കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ട് ജസ്റ്റിൻ ട്രൂഡോ ഇരുന്ന സമയത്താണ് ഇന്ത്യ കാനഡ ബന്ധം വളരെ വഷളാവുന്നത്. 2024-25 കാലയളവ് ട്രൂഡോ ഉണ്ടായിരുന്ന സമയം വരെ വളരെ മോശം അവസ്ഥയിലായിരുന്നു. രണ്ട് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്നു, താക്കീത് ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിൽ ബന്ധം വഷളായിട്ട് മുന്നോട്ട് പോകുന്ന സമയമായിരുന്നു അത്. എന്നാൽ ട്രൂഡോ രാഷ്ട്രീയം തന്നെ അവസാനിപ്പിച്ച് ട്രൂഡോയ്ക്ക് പ്രധാനമന്ത്രി പദം വിട്ട് പോകേണ്ടി വന്നു. പകരം കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ട് മാറിയ മാർക്ക് കാർണി അദ്ദേഹം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം റീബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. അങ്ങനെ ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വീണ്ടും പഴയതിനേക്കാൾ ശക്തമായിട്ട് മാറ്റുക എന്ന ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് വളരെ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുകയാണ്. കഴിഞ്ഞ 10 മാസത്തിനിടെ 2-3 വട്ടമാണ് ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്താൻ പോവാണ്. ഇവിടെ കാനഡയുടെ പ്രധാനമന്ത്രി തന്നെ ഒരു മുൻകൈ എടുക്കുകയാണ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വ്യാപാരം $50 ബില്യൺ 2030 എത്തിക്കുക എന്ന ഉദ്ദേശം പുതിയ നീക്കങ്ങൾക്ക് പുറകിലുണ്ട്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനായിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ പതിവ് രീതി എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കാനഡയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വന്നാൽ പഞ്ചാബ് സന്ദർശിക്കുക എന്ന് പറയുന്നത് ഒരു പതിവ് രീതിയാണ്. കാരണം അതൊരു രാഷ്ട്രീയ നീക്കമാണ്. കാനഡയിലെ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബി വംശജർക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ആര് ഇന്ത്യയിൽ വന്നാലും കാനഡയുടെ പ്രധാനമന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ പഞ്ചാബിലേക്ക് പോകും എന്നുള്ളൊരു പതിവ് രീതിയുണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു രീതി അദ്ദേഹം ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം പഞ്ചാബിനെയും ഇന്ത്യയും രണ്ടായി കാണേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് നിലവിലെ കാനഡയുടെ പ്രധാനമന്ത്രി പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ഇന്ത്യക്കെതിരെയുള്ള പഴയ ആരോപണങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്മാറിയിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയുടെ പൗരത്വം റദ്ദാക്കിക്കൊണ്ട് ഇന്ത്യയുടെ വിശ്വാസം വീണ്ടെടുത്തു. അതായത് കാനഡ പൗരത്വം അയാൾക്കുണ്ടായിരുന്നു, ആ പൗരത്വത്തെ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. കാനഡയുടെ ആഭ്യന്തര രാഷ്ട്രീയവും വോട്ട് ബാങ്ക് താല്പര്യങ്ങളും വിദേശ നയത്തില് കലർത്താതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനുള്ളതെന്ന് തോന്നുന്നു. രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുറേനിയം വിതരണം, LNG, നിർണായക ധാതുക്കൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് ഇത് വളരെയധികം കരുത്തു പകരുന്ന ഒരു തീരുമാനമായിരിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവാഭീഷണികളും കാനഡയെ 51ാമത്തെ സംസ്ഥാനം ആക്കും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളും ഒക്കെ തന്നെ കാനഡയെ വീണ്ടും ഒരു പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അമേരിക്കയിലുള്ള അമിതമായ ആശ്രിതത്വം കുറയ്ക്കാനായിട്ട് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം ശക്തമാക്കേണ്ടതുണ്ട് എന്ന് കാനഡ തിരിച്ചറിയുന്നുണ്ട്. ഭാവി സുരക്ഷാ സഹകരണം ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും മന്ത്രിമാരും തമ്മിൽ നിരന്തരമായ സമ്പർക്കം പുലർത്തുന്ന രീതിയാണ് കാർണി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഭീകരവാദ വിരുദ്ധ നടപടികളിലും കുറ്റവാളികളെ കൈമാറുന്നതിലും വരും കാലങ്ങളിൽ കൂടുതൽ സഹകരണം ഉണ്ടാകുമെന്നും ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയ തർക്കങ്ങളെക്കാൾ ഉപരിയായിട്ട് പരസ്പര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന നയതന്ത്ര ശൈലിയാണ് കാർണി ഭരണകൂടം പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2023 സെപ്റ്റംബറിൽ ഖാലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന് ട്രൂഡോ ആരോപിക്കുകയും അതിനുശേഷം കാനഡയുടെ ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇന്ത്യ ഇടപെടുന്നു എന്നുപോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ കാനഡയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അതെല്ലാം തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ഇന്ത്യ കാനഡ റിലേഷൻ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും രണ്ട് രാജ്യങ്ങളും പരസ്പര സഹകരണത്തോടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പ്രത്യേകിച്ച് കാനഡ വളരെ വലിയ രാജ്യമാണ്. അവിടെ ഒരുപാട് ധാതുക്കളുടെ നിക്ഷേപമുണ്ട്, ഈ പറയുന്ന പോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിക്ഷേപമുണ്ട്, അതോടൊപ്പം തന്നെ യുറേനിയം നിക്ഷേപമുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിന് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഇന്ത്യക്കും അതുപോലെ തന്നെ കാനഡയ്ക്കും ഗുണമുള്ള ഒരു കാര്യമാണ് ഈ ഒരു സൗഹൃദം എന്ന് പറയുന്നത്. പരസ്പരം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് വിശ്വാസം നേടിയെടുത്തുകൊണ്ടുള്ള ഒരു കരാറൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ എന്തുകൊണ്ട് നല്ലതാണ്. എന്തായാലും കാനഡ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഒരു വിജയമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.